ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റിലെ അടുത്തൊരു ടോപ്പിക്, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് അഥവാ സോളിഡ്സിൽ വരുന്ന ഡിഫക്ട്സ്, ക്രിസ്റ്റൽ ഡിഫക്ട്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഡിഫക്ട്സ്. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധയോടെ കെയർഫുൾ ആയിട്ടിരിക്കുക, നമുക്ക് പഠിക്കാം. അപ്പൊ പ്രധാനമായിട്ട് ഈ ഡിഫക്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സോളിഡ് എന്ന് പറയുന്നത് സോളിഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ ക്രിസ്റ്റൽസ്, ഒരുപാട് ക്രിസ്റ്റൽസ് കൂടിയതാണ് അല്ലേ സോളിഡ്സ്. അപ്പോൾ ഈ ക്രിസ്റ്റൽസിനിടയിൽ വരുന്ന ഡിഫക്ട്സ്, ഏതൊക്കെ തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ് സച്ച് ആസ് പോയിന്റ് ഡിഫക്ട് ആൻഡ് ലൈൻ ഡിഫക്ട്. പോയിന്റ് ഡിഫക്ട്സും അതുപോലെ ലൈൻ ഡിഫക്ട്സും. അപ്പോൾ ഇതില് പോയിന്റ് ഡിഫക്ട്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ സിലബസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയുന്നത് പോയിന്റ് ഡിഫക്ട്സിനെ കുറിച്ചാണ്. ലൈൻ ഡിഫക്ട്സിനെ കുറിച്ച് ഒട്ടും തന്നെ നമുക്ക് പഠിക്കാനില്ല. എന്താണ് പോയിന്റ് ഡിഫക്റ്റ്, എന്താണ് ലൈൻ ഡിഫക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, പോയിന്റ് ഡിഫക്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം, പാർട്ടിക്കിൾസ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിനെ, ഇരിക്കുന്ന പോയിന്റിനെ വിളിച്ച പേരാണ് ലാറ്റിസ് പോയിന്റ് അല്ലേ. നമ്മൾ ആദ്യം യൂണിറ്റ് സെൽ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്ന ഓരോ പൊസിഷൻ നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് വിളിച്ചിരുന്നു. അപ്പൊ അതുപോലെ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇരിക്കുന്ന ആ ഒരു പോയിന്റിന് ചുറ്റും, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഡിഫക്ട്സുകളൊക്കെ നമ്മൾ പോയിന്റ് ഡിഫക്ട്സിന്റെ അണ്ടറിലാണ് വരിക. അതായത് ഡീവിയേഷൻസ് എല്ലാം ആ ഒരു പോയിന്റിന് അറൗണ്ട് ആണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു പോയിന്റിലുള്ള പാർട്ടിക്കിൾ മിസ്സായിട്ടുണ്ടാവും, കാണാതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലുള്ള പാർട്ടിക്കിൾ അവിടെ നിന്ന് സ്ഥലം മാറിയിട്ടുണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാം ഒരു പോയിന്റിനെ അബൌട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പോയിന്റിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഡിഫക്ട്സിനെയും നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന് വിളിക്കാം. എന്നാൽ ലൈൻ ഡിഫക്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ലാറ്റിസ് പോയിന്റ്, ഇങ്ങനെ ഒരു റോയിലുള്ള എല്ലാ ലാറ്റിസ് പോയിന്റും ആ ഒരു റോക്ക് കംപ്ലീറ്റ് ചേഞ്ച് വരികയാണ്. ആ ഒരു റോയിൽ വരുന്ന ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു ലൈനിൽ വരുന്ന ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് നോക്കാം. പോയിന്റ് ഡിഫക്റ്റ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. പോയിന്റ് ഡിഫക്റ്റ് ഡെഫിനേഷൻ ഇങ്ങനെ പറയുന്നത്, പോയിന്റ് ഡിഫക്ട്സ് ആർ ഇറഗുലാരിറ്റീസ്. എന്താണ്? ഇറഗുലാരിറ്റീസ് ആണ്. ഓർ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്. ഓക്കെ, നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കിൾസിനും എല്ലാവർക്കും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അവിടെ ഉണ്ടാവുന്ന ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ്, ഒരു ഐഡിയൽ അറേഞ്ച്മെന്റ് ഉണ്ടാവും. ആ ഒരു ഐഡിയൽ അറേഞ്ച്മെന്റിൽ നിന്ന് മാറുന്ന ഡീവിയേഷൻസ് വരുന്നതിന്, അങ്ങനത്തെ ഡിഫക്ട്സിനെ നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. പോയിന്റ് ഡിഫക്ട്സ് ആർ ഇറഗുലാരിറ്റീസ് ഓർ ഡീവിയേഷൻസ് ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ്. ഓക്കെ, അറൌണ്ട് എ പോയിന്റ്, അണ്ടർലൈൻ അറൌണ്ട് എ പോയിന്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? പോയിന്റ് ഡിഫക്ട്സ് എന്ന് വിളിക്കുന്നത്. ഒരു പോയിന്റിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഡിഫക്ട്സ്. ആ ഒരു പോയിന്റിൽ വരുന്ന പാർട്ടിക്കിൾസിന് ചിലപ്പോൾ അവിടെ മിസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അവിടുന്ന് മൂവ്മെന്റ് നടന്നിട്ടുണ്ടാവും. എല്ലാം ആ ഒരു പോയിന്റിനെ അബൌട്ട് ആയിട്ട്, ആ ഒരു പോയിന്റിനെ റിലേറ്റ് ചെയ്താൽ പറയുന്നെങ്കിൽ അത്തരം ഡിഫക്ട്സ് ആണ് പോയിന്റ് ഡിഫക്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഡിഫക്ട്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. പോയിന്റ് ഡിഫക്ട്സ് ആർ 3 ടൈപ്സ്. പോയിന്റ് ഡിഫക്ട്സിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. അതായത് പോയിന്റ് ഡിഫക്ട്സിനെ അതിൽ പ്രധാനമായ ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റോഷിയോമെട്രിക്കും നോൺ സ്റ്റോഷിയോമെട്രിക്കും ഇമ്പ്യൂരിറ്റീസും. അതായത് സ്റ്റോഷിയോമെട്രി ഡിഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റോഷിയോമെട്രി എന്താണ്? സ്റ്റോഷിയോമെട്രി എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സോളിഡ്, ഇപ്പോൾ നമ്മൾ ഒരു NaCl പറയാം. NaCl ഒരു അയോണിക് സോളിഡ് ആണ്. ഈ സോളിഡിൽ കാറ്റിയോണും ഉണ്ട് ആനിയോണും ഉണ്ട് അല്ലെ. NaCl ഒരു കാറ്റിയോണും ഒരു ആനിയോണും, Na+Cl- അല്ലെ. നമുക്ക് ഇപ്പോ ഇവിടെ ഉണ്ടാവുന്ന ഈ കാറ്റിയോൺസിന്റെയും ആനിയോൺസിന്റെയും എണ്ണം, ആ ഒരു നമ്പറിലുള്ള ആ റേഷ്യോക്കാണ് നമ്മൾ സ്റ്റോഷിയോമെട്രി എന്ന് പറയാം. ഓക്കെ, ഒരു Na+ ഉള്ളെങ്കിൽ ഒരു Cl- അല്ലെ. ഇനി 50 Na+ ഉണ്ടെങ്കിൽ 50 Cl-. അപ്പൊ എപ്പോഴും ഒരു 1:1 ഒരു റേഷ്യോ അവിടെ കീപ്പ് ചെയ്യുന്നില്ലേ? ഓക്കെ, അങ്ങനെ ആ ഒരു റേഷ്യോക്ക്, അതായത് എത്ര കാറ്റിയോൺസ് ഉണ്ട് എത്ര ആനിയോൺസ് ഉണ്ട് അവർ തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിലുള്ള റേഷ്യോക്കാണ് നമ്മൾ സ്റ്റോഷിയോമെട്രി എന്ന് പറയാം. ഓക്കെ, അപ്പൊ 50 Na+ ഉണ്ടെങ്കിൽ 50 Cl-, 5 Na+ ഉണ്ടെങ്കിൽ 5 Cl-. അങ്ങനെ എപ്പോഴും ഒരു റേഷ്യോ ഉണ്ടല്ലോ ഈക്വൽ ആയിട്ടുള്ള. അതേപോലെ ആ ഒരു റേഷ്യോക്ക് വിളിക്കുന്ന പേരാ സ്റ്റോഷിയോമെട്രി. ഓക്കെ, അപ്പൊ പോയിന്റ് ഡിഫക്ട്സ് ആർ 3 ടൈപ്സ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, അതുപോലെ തന്നെ സെക്കൻഡ് വൺ വരുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, അടുത്ത് വരുന്നത് ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ്. ഈ ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല. നമുക്ക് പ്രധാനമായിട്ട് കൂടുതൽ പഠിക്കാനുള്ളത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെയും നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെയും.
ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് നോക്കാം. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിൽ ആ ഒരു നെയിം കാണുമ്പോൾ നമുക്ക് തോന്നും സ്റ്റോഷിയോമെട്രിയിൽ വരുന്ന ഡിഫക്റ്റ് ആണ്, സ്റ്റോഷിയോമെട്രിക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക്ക് ഒന്നും തന്നെ ബാധിക്കുന്നില്ല, സ്റ്റോഷിയോമെട്രി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റോഷിയോമെട്രിനെ ഒന്നും ബാധിക്കുന്നില്ല, അങ്ങനത്തെ ഡിഫക്റ്റ് ആണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് സോളിഡ്. ഡു നോട്ട് ഡിസ്റ്റർബ് സ്റ്റോഷിയോമെട്രി ഓഫ് സോളിഡ്. ആ സോളിഡിന്റെ സ്റ്റോഷിയോമെട്രിനെ എന്ത് ചെയ്യില്ല, ഡിസ്റ്റർബ് ചെയ്യില്ല. എന്ത് ചെയ്യില്ല? ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പൊ അണ്ടർലെ ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് സോളിഡ്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഈ ഒരു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ നമുക്ക് മറ്റൊരു പേരുണ്ട്, ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ എന്ത് വിളിക്കാം, തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആർ ആൾസോ കോൾഡ് ആസ് ഇൻട്രിൻസിക് ഡിഫക്ട് ഓർ തെർമോഡൈനാമിക് ഡിഫക്ട്, അങ്ങനെയും നമുക്ക് വിളിക്കാം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതായത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സിന്റെ അണ്ടറിൽ എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള സോളിഡ് ഒരു നോൺ അയോണിക് സോളിഡ് ആണ് എന്ന് വെച്ചാൽ അയോണിക് സോളിഡ് അല്ല എങ്കിൽ നമുക്ക് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. പ്രധാനമായി രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഇൻ ദി കേസ് ഓഫ് നോൺ അയോണിക് സോളിഡ്സ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആർ ടു ടൈപ്സ് സച്ച് ആസ് ഏതൊക്കെയാണ്, വാക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും. ഏതൊക്കെ? വാക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് വാക്കൻസി ഡിഫക്റ്റ്. എന്താണ് വാക്കൻസി ഡിഫക്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് പോയിന്റ് ഡിഫക്റ്റും ഉണ്ട്, ലൈൻ ഡിഫക്റ്റും ഉണ്ടായിട്ട് പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പോയിന്റ് ഡിഫക്റ്റിനെ അഗൈൻ വി ക്യാൻ ക്ലാസിഫൈ പോയിന്റ് ഡിഫക്ട്സ് ഇൻ ടു സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, ഇംപ്യൂരിറ്റി ഡിഫക്ട്. ഓക്കെ, അതിലെ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് കാരണം അവിടെ സ്റ്റോഷിയോമെട്രിക് ഒരിക്കലും ചേഞ്ച് വരില്ല, അങ്ങനത്തെ ഡിഫക്റ്റ് ആണ് എന്ത്, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ ഞാൻ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. എനിക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നോൺ അയോണിക് സോളിഡ് ആണെങ്കിൽ എനിക്ക് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ രണ്ടായി തരംതിരിക്കാം. വാക്കൻസി ഡിഫക്റ്റ് ആവാം, അതല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ആവും. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് വാക്കൻസി ഡിഫക്റ്റ്, എന്താണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും വാക്കൻസി ഡിഫക്റ്റ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വാക്കൻസി ഡിഫക്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട്, എന്തുണ്ട്, വാക്കൻസി, എന്തോ വാക്കൻസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഒരു ക്രിസ്റ്റൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്താണ് കാണുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് രണ്ട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തോ വേക്കന്റ് ആയിട്ട് അല്ലെ, അവിടെ ഒരു വൈറ്റ് മാർക്കിൽ കാണിക്കുന്നുണ്ട്, വൈറ്റ് ഒരു സ്ക്വയർ കാണിക്കുന്നുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇതാ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന സ്ഥലം, അവിടെ എന്താ പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് കാണാനില്ല, അവിടെ പാർട്ടിക്കിൾസ് മിസ്സായി പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ മിസ്സായി പോയത് കൊണ്ട് അവിടെ ഒരു വാക്കൻസി കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്, അവിടെ പാർട്ടിക്കിൾസിന്റെ ഒരു വാക്കൻസി കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇരിക്കേണ്ട സ്ഥലത്ത്, അതായത് ലാറ്റിസ് പോയിന്റിൽ പാർട്ടിക്കിൾസ് ഇരിക്കേണ്ട സ്ഥലത്ത് പാർട്ടിക്കിൾസിനെ കാണാനില്ല, അവിടെ ഒരു വാക്കൻസി രൂപപ്പെട്ടിട്ടുണ്ട്. ആ പാർട്ടിക്കിൾസ് എങ്ങനെയോ മിസ്സായി പോയിട്ടുണ്ട്, അവിടെ ഒരു വാക്കൻസി ഉണ്ടായി. ഓക്കെ, ഇങ്ങനത്തെ ഡിഫക്റ്റ്, ഇങ്ങനെ വരുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്കൻസി ഡിഫക്റ്റ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ രണ്ട് പാർട്ടിക്കിൾ മിസ്സായിട്ടുണ്ട് ഇല്ലേ, രണ്ട് പാർട്ടിക്കിൾ മിസ്സായിട്ടുണ്ട് ഈ ഒരു ഫിഗറിൽ. ഇവിടെ ഇതൊരു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഇവിടെ സ്റ്റോഷിയോമെട്രിനെ ഒരിക്കലും ബാധിക്കാത്ത തരത്തിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഡിഫക്റ്റ് നടക്കുകയുള്ളൂ. അതായത് ഇപ്പൊ ഒരു എൻ എ പ്ലസും സി എൽ മൈനസും ആണല്ലോ നേരത്തെ ഉദാഹരണം പറഞ്ഞു. ഒരു എൻ എ പ്ലസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഒരു സി എൽ മൈനസും കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ എൻ എ പ്ലസും സി എൽ മൈനസ് അതൊക്കെ അയോണിക് സോളിഡ്സിലാണ് എക്സാമ്പിൾസ് പറയാം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് നോൺ അയോണിക് സോളിഡ്സിന്റെ കേസാണ്. ഓക്കെ, നോൺ അയോണിക് സോളിഡ്സിന്റെ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാക്കൻസി ഡിഫക്റ്റ് ആണ്. വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാക്കൻസി രൂപപ്പെടണം, പാർട്ടിക്കിൾസ് മിസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ആ പാർട്ടിക്കിൾസ് മിസ് ആയിട്ടുണ്ടെങ്കിലും സ്റ്റോഷിയോമെട്രിനെ ബാധിച്ചിട്ടുണ്ടാവില്ല, സ്റ്റോഷിയോമെട്രിനെ ബാധിക്കാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ഇത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ഈ ഒരു ഫിഗർ നോക്കിയാൽ അതിന് തൊട്ട് മുന്നേ ഒരു കാര്യം കൂടി, ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വാക്കൻസി ഡിഫക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, വാക്കൻസി ഡിഫക്റ്റിൽ നമുക്ക് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയുന്നുണ്ട് അല്ലെ, വാക്കൻസി രൂപപ്പെട്ടിരിക്കുകയാണ്, പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിൾസിന്, ഈ ഒരു സോളിഡിന് ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി എന്തായിട്ടുണ്ടാവും? ഡെൻസിറ്റി കൂടുകയാണോ ചെയ്യുക അതോ കുറയാണോ ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ ചെയ്യുക? പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് കുറയാണ്, പാർട്ടിക്കിൾസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ആ പാർട്ടിക്കിൾസിന്റെ മാസ് ഒക്കെ കുറഞ്ഞില്ലേ, അപ്പോൾ എന്താവും? അവിടെ ഡെൻസിറ്റി
അവിടെ ഡെൻസിറ്റിക്ക് ചെറിയൊരു ചേഞ്ച് വരും, ഡെൻസിറ്റിക്ക് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. കാരണം പാർട്ടിക്കിൾസ് പുതുതായിട്ട് അവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കിൾസ് പോയി, അപ്പോൾ അത് അവിടെ ഡെൻസിറ്റിനെ അത് റിഫ്ലക്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്ത പഠിക്കാൻ പോകുന്ന കാര്യം, അപ്പോൾ വാക്കൻസി ഡിഫക്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിലോട്ട് പോകുമ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പാർട്ടിക്കിൾസ് അധികം ഉണ്ട് അല്ലെ. സാധാരണ പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. പാർട്ടിക്കിൾസ് സാധാരണ ഇരിക്കുന്ന എല്ലാ പൊസിഷനിലും പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ, എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും പാർട്ടിക്കിൾസ് അതിന്റെ ലാറ്റിസ് പോയിന്റിൽ ഉണ്ട്. ആ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. കാരണം ക്രിസ്റ്റലൈൻ സോളിഡ്സ് പറഞ്ഞാൽ തന്നെ എന്താണ്, റെഗുലർ അറേഞ്ച്മെന്റ് ആണ്. അതായത് ടിക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷേ സാധാരണ ഇല്ലാത്ത രീതിയിൽ പാർട്ടിക്കിൾസ് ഈ ഒരു ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലൊന്നും പാർട്ടിക്കിൾസ് ഉണ്ടാവാറില്ല. പക്ഷെ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഒരു പാർട്ടിക്കിളിനെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇവിടെയും ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ എന്ത് കാണാൻ കഴിയുന്നുണ്ട്, പാർട്ടിക്കിളിനെ കാണാൻ കഴിയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ, ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ പാർട്ടിക്കിൾസ് വരികയാണ്. ഓക്കെ, പാർട്ടിക്കിൾസ് വരിക, ഇതും എന്ത് തന്നെയാണ്, ഒരു ഡിഫക്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾസ് കൂടുകയാണ് ചെയ്തില്ലേ, പാർട്ടിക്കിൾസ് കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഡെൻസിറ്റിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവുമോ, വന്നിട്ടുണ്ടാവും. പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടിയപ്പോൾ ഡെൻസിറ്റിയിൽ ചെറിയ വ്യത്യാസം വരും. ഡെൻസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പോയിന്റ് ഡിഫക്റ്റിലെ നമ്മൾ പഠിച്ചത്, പോയിന്റ് ഡിഫക്റ്റിലെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. അതിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റില് നമുക്ക് അതിൽ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. നോൺ അയോണിക് സോളിഡ് ആണെങ്കിൽ, ഇൻ ദി കേസ് ഓഫ് നോൺ അയോണിക് സോളിഡ് we can classify point defect, we can classify stoichiometric defect into എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വാക്കൻസി ഡിഫക്ട് ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്. വാക്കൻസി ഡിഫക്ട് എന്താണ്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട് എന്താണ്, ഈ ഒരു ഫിഗർ കണ്ടിട്ട് നമുക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അയോണിക് സോളിഡ്സിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാന്ന്. നേരത്തെ പറഞ്ഞത് നോൺ അയോണിക് സോളിഡ്സിന്റെ കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അയോണിക് സോളിഡ് ആണെങ്കിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എത്ര ടൈപ്പ് ഉണ്ട്, അവയെ കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയാം. അതായത് two types of stoichiometric defect in the case of ionic solid. Okay, in the case of ionic solid, stoichiometric defects can be classified into Frenkel defect and Schottky defect. Frenkel defect and Schottky defect. Frenkel defect in the case, രണ്ട് ഡിഫക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ കേസിൽ ഞാൻ ആദ്യം ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കിയ. ഫസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് ദ ഡിഫക്ട് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കാറ്റിയോൺ ഫ്രം ലാറ്റിസ് സൈഡ് ടു ഇൻഡസ്ട്രീഷ്യൽ സൈഡ്. അതായത് എന്തോ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. എന്ത് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്, കാറ്റിയോൺ ഇരിക്കണ്ടേ, കാറ്റിയോണോ, ദ അയോണിക് സോളിഡ് ആണ്. അയോണിക് സോളിഡ് ആവുമ്പോൾ അവിടെ അയോൺസ് ഉണ്ടാവും. കാറ്റിയോൺ എന്ന് പറയുന്ന പോസിറ്റീവ് അയോൺസും ഉണ്ടാവും, ആനയോൺ എന്ന് പറയുന്ന നെഗറ്റീവ് അയോൺസും ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് പോയിന്റിലോട്ട് വരൂ. ദിസ് ഈസ് ദ ഡിഫക്ട് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കാറ്റിയോൺ ഫ്രം ലാറ്റിസ് സൈഡ് ടു ഇൻഡസ്ട്രീഷ്യൽ സൈഡ്. ലാറ്റിസ് സൈറ്റ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കിൾ ഇരിക്കേണ്ട ആ ഒരു ലാറ്റിസ് പോയിന്റ്, ആ ഒരു ലാറ്റിസ് സൈറ്റിൽ നിന്ന് പാർട്ടിക്കിൾ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നു, ഒരു ഡിസ്പ്ലേസ്മെന്റ് നടത്തിയിരിക്കുന്നു. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് നടത്തിയ മൂലം ഉണ്ടായ ഡിഫക്റ്റ് ആണ് എന്ത്, ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫക്റ്റിനെ നമുക്ക് മറ്റൊരു പേരും വിളിക്കാം, ആൾസോ കാൾഡ് ആസ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. എന്ത് വിളിക്കാം, ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന് വിളിക്കാം. ഇതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ ഒരു ഫിഗർ. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇവിടെ എല്ലാം പാർട്ടിക്കിൾസ് ഉണ്ട്. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എല്ലായിടത്തും പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ മൈനസ് ഉണ്ട്, പിന്നെ പ്ലസ് ഉണ്ട്, പിന്നെ മൈനസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഇവിടെ പ്ലസ് ഇരിക്കേണ്ട സ്ഥലത്ത് ആരെങ്കിലും കാണാനുണ്ടോ? പ്ലസ് ഇരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പ്ലസ് ഇരിക്കേണ്ട സ്ഥലത്ത് ആരെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ പ്ലസ് ഇരിക്കേണ്ട സ്ഥലത്ത് ആരും ഇല്ല. ആ പ്ലസ് യഥാർത്ഥത്തിൽ ആ ഒരു പ്ലസ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പ്ലസ് എവിടെ ഉണ്ട്, ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലാണ്. അതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് ആ ഒരു പ്ലസ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇതുപോലെ ലാറ്റിസ് സൈറ്റിൽ ഇരിക്കേണ്ട അയോണ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് വന്ന് ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ഡിസ്ലൊക്കേഷൻ, ആ ഒരു മൂവ്മെന്റ് കാരണം ഉണ്ടായ ഡിഫക്റ്റ് ആണ് എന്ത്, ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഫ്രെങ്കൽ ഡിഫക്റ്റിൽ നമുക്ക് പുതുതായിട്ട് ഒരു പാർട്ടിക്കിൾ പുറത്തു പോവുകയോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിളിന്റെ
ഈ ഒരു പാർട്ടിക്കിളിന്റെ ഒരു മൂവ്മെന്റ് കാരണം അവിടെ ഡെൻസിറ്റിനെ എന്തെങ്കിലും ബാധിക്കുമോ? ഒരിക്കലും തന്നെ ബാധിക്കില്ല. കാരണം പാർട്ടിക്കിൾ ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോട്ട് ഇറങ്ങി എന്നുള്ളൂ, അല്ലാതെ അവിടെ അത് കാരണം ഒരിക്കലും ഡെൻസിറ്റിനെ ബാധിക്കില്ല. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് പഠിക്കണം, കാരണം അത് കൺഫ്യൂഷൻ ആക്കുന്നതാണ്, ശ്രദ്ധിക്കണം. ഫ്രങ്കൽ ഡിഫക്റ്റിൽ സോളിഡിന്റെ ഡെൻസിറ്റിയിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അതും ശ്രദ്ധിക്കണം. ഫ്രങ്കൽ ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, അയോണിക് സോളിഡ് ആണ്, അയോണിക് സബ്സ്റ്റൻസ് ആണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുക. ഇൻ വിച്ച് എങ്ങനത്തെ അയോണിക് സോളിഡ്സ് ആണ് കാണിക്കുക? ഇൻ വിച്ച് ദർ ഇസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ദി സൈസ് ഓഫ് അയോൺസ്. കാറ്റിയോൺസിന്റെയും ആനയോൺസിന്റെയും സൈസിന്റെ ഇടയിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കാറ്റിയോൺ വളരെ ചെറുതാവും, ആനയോൺ വളരെ വലുതാവും. അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ അയോണിക് സോളിഡ്സ് ആണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കാൻ സാധ്യത കൂടുതൽ. അതിന്റെ എക്സാമ്പിൾസും നിങ്ങൾ പഠിക്കുക. ZnS, AgCl, AgBr, AgI. ഓക്കെ, ഈ എക്സാമ്പിൾസ് എന്തായാലും ഓർത്തിരിക്കണം. ഈ AgBr എന്ന് പറയുന്ന ആള് ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കും, അതേപോലെ തന്നെ ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും. അതും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രങ്കൽ ഡിഫക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു പോയിന്റ് കൂടി പറയാണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. ആൽക്കലൈ മെറ്റൽ ഹാലൈഡ്സ് കനോട്ട് ഷോ ഫ്രങ്കൽ ഡിഫക്റ്റ്. വൈ? പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. ആൽക്കലൈ മെറ്റലിന്റെ ഹാലൈഡുകൾ എന്ത് ഫോം ചെയ്യുന്നില്ല? ഫ്രങ്കൽ ഡിഫക്റ്റ് ഫോം ചെയ്യാറില്ല. കാരണം ബിക്കോസ് ഡ്യൂ ടു ലാർജ് സൈസ് ഓഫ് ആൽക്കലൈ മെറ്റൽ. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ആൽക്കലൈ മെറ്റൽസ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാ? ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം +1 പഠിച്ചിട്ടുണ്ട്. സൈസ് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് 18th ഗ്രൂപ്പിലോട്ട് പോകും തോറും സൈസ് എന്താ ചെയ്യുക? സൈസ് ഒരു അലോങ് എ പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്താ സംഭവിക്കുക? സൈസ് ഡിക്രീസ് ചെയ്യുക. അപ്പൊ ഏറ്റവും സൈസ് കൂടുതലുള്ള എവിടെ ഉണ്ടാവുക? ഫസ്റ്റ് ഗ്രൂപ്പിലാവും. അപ്പോൾ ആൽക്കലൈ മെറ്റൽസിന് സൈസ് കൂടുതലാണ്. അതുകൊണ്ട് അവർ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോട്ട് വന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലം അവർക്കില്ല. അവർക്ക് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്ന് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല. കാരണം വരുന്ന ആള് നല്ല സൈസ് ഉള്ള ആളാണെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയിട്ട് നിൽക്കാനുള്ള അവിടെ സ്പേസ് അവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ആൽക്കലൈ മെറ്റൽസ് എന്ത് കാണിക്കില്ല? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കില്ല. ഇതുപോലെ ഇതാണ് ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ ഫിഗർ കാണിച്ചതെന്ന്. അപ്പൊ ഈ ആൽക്കലൈ മെറ്റൽസിന്റെ ഈ പോസിറ്റീവ് ചാർജ് ഒരു വലിയ സാധനമാവും, വലിയ ചാർജ് ആവും. മീൻസ് സൈസ് കൂടുതലാണല്ലോ ആൽക്കലൈ മെറ്റൽസ്. അപ്പൊ അവര് വന്നിട്ട് ഇൻഡസ്ട്രിയൽ സൈറ്റിൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആൽക്കലൈ മെറ്റൽ ഹാലൈഡ്സ് എന്ത് കാണിക്കുന്നില്ല എന്ന് പറയുന്നത്? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എവിടുന്നാന്ന് ഓർത്ത് വെക്കുക. 2 ടൈപ്സ് ഓഫ് ഡിഫക്റ്റ് ഉണ്ട്: പോയിന്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ്. പോയിന്റ് ഡിഫക്റ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു: സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു: നോൺ അയോണിക് സോളിഡ് ആണെങ്കിൽ വാക്കൻസി ഡിഫക്റ്റും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അയോണിക് സോളിഡ് ആണെങ്കിൽ ഫ്രങ്കൽ ഡിഫക്റ്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഷോർട്ട് കീ ഡിഫക്റ്റും. ഈ ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് നോക്കാം. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ഒരു വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ എവിടെ? നോൺ അയോണിക് സോളിഡിന്റെ കേസിൽ. അതേപോലത്തെ സംഭവം തന്നെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. പക്ഷെ ഇത് അയോണിക് സോളിഡിന്റെ കേസ് ആണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ അയോണിക് സോളിഡിന്റെ കേസിലുള്ള ഒരു വാക്കൻസി ഡിഫക്റ്റ് തന്നെയാണ് എന്ത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. അതായത് ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കിയേ. ദിസ് ഈസ് ദ ഡിഫക്റ്റ് ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് സെയിം നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ഫ്രം ലാറ്റിസ് സൈറ്റ്. അതായത് സെയിം നമ്പർ കാറ്റയോൺസും സെയിം നമ്പർ ആനിയോൺസും മിസ്സായിട്ടുണ്ടാവും. ഇപ്പൊ 2 കാറ്റയോൺ മിസ്സായിട്ടുണ്ടെങ്കിൽ 2 ആനിയോണും മിസ്സായിട്ടുണ്ടാവും. എവിടുന്ന്? അവർ ലാറ്റിസ് സൈറ്റിൽ നിന്ന്. അപ്പൊ സെയിം നമ്പർ കാറ്റയോണും സെയിം നമ്പർ ആനിയോണും മിസ്സായിട്ടുണ്ടെങ്കിൽ അപ്പോഴും അവരുടെ സ്റ്റോഷിയോമെട്രിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല. സ്റ്റോഷിയോമെട്രിക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ അണ്ടറിൽ വന്നത്. ഓക്കെ, കാറ്റയോൺ ഒരെണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ആനിയോണും കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്റ്റോഷിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്ന ഡിഫക്റ്റ് ആണ് എന്ത്? ഷോർട്ട് കീ ഡിഫക്റ്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് വായിച്ചോളൂ. ഞാൻ അതിന് മുന്നേ നിങ്ങൾക്ക് അതിന്റെ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഷോർട്ട് കീ ഡിഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഇവിടെ മൈനസ് ഇവിടെ ഈ ഒരു പോയിന്റിൽ പ്ലസ് കാണാനുണ്ടോ? ഇല്ല, പ്ലസ് മിസ്സായി പോയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നിങ്ങൾ അടുത്ത റോയിലോട്ട് വന്ന അവിടെ എല്ലാ പാർട്ടിക്കിൾസും ഉണ്ട്. വീണ്ടും തേർഡ് റോയിലോട്ട് വന്നത് ഇവിടെ ഒരു മൈനസ് കാണാനില്ല. അപ്പൊ ഫസ്റ്റ് റോയിൽ പ്ലസ് കാണാത്തത് ഉണ്ടായിരുന്നു, തേർഡ് റോയിൽ മൈനസ് കാണാനില്ല. അപ്പൊ ഇതേപോലെ തന്നെ ഒരു പോസിറ്റീവ് കാണാനില്ലെങ്കിൽ, ഒരു കാറ്റയോൺ കാണാനില്ലെങ്കിൽ ഒരു ആനിയോണും കാണാതെ ആവുക.
എവിടെ? അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് തന്നെ. ഇത്തരം ഡിഫക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് സെയിം കൺസെപ്റ്റ് ഏതുപോലെ വാക്കൻസി ഡിഫക്റ്റ് നമ്മൾ കുറച്ച് തന്നെ പറഞ്ഞു, സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും വരുന്നത്. അപ്പൊ എന്താണ് ഇനി ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്? ദിസ് ഈസ് ദ ഡിഫക്ട്. ഇതെന്താണ്? ഡിഫക്റ്റ് ആണ് ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് സെയിം നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ഫ്രം ലാറ്റിസ് സൈറ്റ്. നെക്സ്റ്റ് പോയിന്റ് ഔട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡിഫക്റ്റ് കാരണം ഡെൻസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഡെൻസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇവിടെ പാർട്ടിക്കിൾസ് പുറത്തുനിന്ന് ഒരു പാർട്ടിക്കിൾസ് അകത്തോട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടുന്ന് പാർട്ടിക്കിൾസ് പുറത്തു പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടുന്ന് പാർട്ടിക്കിൾസ് മിസ്സായി പോവല്ലേ? അല്ലാതെ ഇവിടുന്ന് മിസ്സായ സാധനം ഇവിടെ എവിടെയെങ്കിലും ഇൻഡസ്ട്രിയൽ സൈറ്റിൽ എവിടെയെങ്കിലും കാണാനുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് പാർട്ടിക്കിൾസ് മിസ്സായി പോയിട്ടുണ്ട്, കാണാതായി പോയിട്ടുണ്ട്. അങ്ങനെ പാർട്ടിക്കിൾസ് കാണാതായി പോയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസിൽ അത് കാരണം അവിടെ എന്ത് ചെയ്യും? ഡെൻസിറ്റിയിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ സ്ലൈറ്റ്ലി ഡിക്രീസ്. ഓക്കെ, ഡെൻസിറ്റി കുറയും, കാരണം പാർട്ടിക്കിൾസ് മിസ്സായി പോയിരിക്കണം. അടുത്ത പോയിന്റ് ഷോർട്ട് കീ ഡിഫക്റ്റിൽ പഠിക്കേണ്ട കാര്യം, ഷോർട്ട് കീ ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയണിക് സബ്സ്റ്റൻസ്. അയണിക് സബ്സ്റ്റൻസ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. എങ്ങനത്തെ അയണിക് സബ്സ്റ്റൻസ്? ഇൻ വിച്ച് സെയിം സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ. ഒരേ സൈസുള്ള കാറ്റയോണും ഏകദേശം ഒരേ സൈസുള്ള കാറ്റയോണും ആനിയോണൊക്കെ ഉള്ള അത്തരം ക്രിസ്റ്റലുകൾ, അത്തരം സോളിഡ്സ് ആണ് എന്ത് കാണിക്കുക? ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. അത്തരം അയണിക് സോളിഡ്സ് ആണ് എന്ത് കാണിക്കുക? ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക. എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക: NaCl, KCl, AgBr, CsCl. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു AgBr ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കും, ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും, വിച്ച് ഷോ ബോത്ത് ഫ്രങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. രണ്ടും കാണിക്കുന്ന ഒരു കോമ്പൗണ്ടിൻ എക്സാമ്പിൾ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് എഴുതുക? AgBr എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് കൂടിയും പറയാനുണ്ട്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ഒരു 2-3 പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഡിഫക്റ്റ് എന്നുള്ള ടോപ്പിക്കിലെ പ്രധാന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നുള്ള മെയിൻ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് പഠിക്കാണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്ററിന്റെ ആദ്യം മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് പഠിച്ചു, ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്തു: മോളിക്കുലർ സോളിഡ്, അയണിക് സോളിഡ്, കോവാലന്റ് സോളിഡ്, മെറ്റാലിക് സോളിഡ്. അതിനുശേഷം നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന പുതിയ കോൺസെപ്റ്റ് പഠിച്ചു. ലാറ്റിസ് സൈറ്റ് എന്താണ്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പ്രിമിറ്റീവ് ടൈപ്സ്, നോൺ പ്രിമിറ്റീവ് ടൈപ്പ് എന്നിങ്ങനെ 2 ടൈപ്പ് യൂണിറ്റ് സെൽ ഉണ്ടെന്ന് പഠിച്ചു. അതിൽ നോൺ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ തന്നെയാണ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അതിൽ നമ്മൾ BCCയും FCCയും ECCയും, അതിൽ BCCയും FCC ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. എങ്ങനെയൊക്കെ ഓരോ യൂണിറ്റ് സെല്ലിലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ച പാക്കിംഗ് എഫിഷ്യൻസി അല്ലെ, അത് സിമ്പിൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക്കിലും BCCയിലും FCCയിലും കിട്ടുന്ന പാക്കിംഗ് എഫിഷ്യൻസി ഡെറൈവ് ചെയ്ത് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റലിന് ഒരു ഇക്വേഷൻ കണ്ടു. അത് വെച്ച് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ എങ്ങോട്ട് എത്തിയത്? ക്ലോസ് പാക്കിങ്ങിലോട്ട് എത്തി. ക്ലോസ് പാക്കിംഗ് ഇൻ 1D, ക്ലോസ് പാക്കിംഗ് ഇൻ 2D, ക്ലോസ് പാക്കിംഗ് ഇൻ 3D ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഡിഫക്റ്റിലോട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചാപ്റ്റർ ഏകദേശം ഒരു 80% എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിഫക്റ്റ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോടെ ഈ ചാപ്റ്റർ തീരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. നന്നായി പഠിക്കുക. വീഡിയോ കാണുന്നതിന്റെ ഒപ്പം തന്നെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന ലൈവ് സെഷനിൽ, നമ്മൾ ഗൂഗിൾ മീറ്റിൽ നടത്തുന്ന ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ എല്ലാവരും ലൈവ് സെഷനിൽ പങ്കെടുക്കണം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.